നമ്മൾ വരാൽ ഫ്രൈ എടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഞാൻ സതീഷ് പണി ഇങ്ങനെ അടുപ്പ് കത്തിച്ച് ഉരുളിയും വെച്ചിട്ടുണ്ട്. പിന്നെ അത് നമ്മളിപ്പോൾ എണ്ണ ഒഴിക്കണമല്ലോ, ഫ്രൈ അല്ലേ. എണ്ണ അപ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരും. പായസം ഇവിടെ നന്നായിട്ട് ആയില്ലേ? ഇപ്പം ആവും അല്ലേ? 5 മിനിറ്റുള്ളാവും. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ആ മസാല പേസ്റ്റ് ചെയ്ത് ഇവിടെ ഇരിപ്പുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യുക? ഇത് നമ്മൾ ഈ കരിയും ഫ്രൈ ചെയ്തതിനു ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കും. അല്ല, ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും. ആദ്യം നമുക്ക് ഇനി എണ്ണ ചൂടായിട്ടുണ്ട്. വരാലുണ്ടല്ലോ. നമ്മൾ ഈ വരാൽ അങ്ങോട്ട് മസാല നേരത്തെ പെക്കി വെച്ചേക്കാണ് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇടാൻ പോകാനകത്തോട്ട് ഇട്ടോട്ടെ. വരാലിടുവാണ്. ഇട്ടു. വരാലിട്ടു. നമ്മളിത് എത്ര നേരം പിടിക്കുന്നതാണ്? ഒരു 5 മിനിറ്റ്. ഇത് ഫ്രൈ ആക്കിയിട്ട് ഈ നമ്മൾ പേസ്റ്റ് വെച്ച മസാല ഇതിലോട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കും. അതാണ് ഈ വരാൻ്റെ പുറത്ത് പൊത്തി കൊടുക്കും. നമ്മുടെ ഫിഷ് എപ്പോഴും പെട്ടെന്ന് കുക്ക് ആവുമല്ലോ അല്ലേ? പെട്ടെന്നാവും. വരാൽ ഫ്രൈ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് പാനിലേക്ക് മാറ്റാം. നമ്മുടെ വരാല് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മസാല ഇട്ട് മൂപ്പിക്കണം. നമ്മുടെ മസാല ഇടുകയാണ്. അതൊന്നും മൂപ്പിച്ചെടുക്കുകയാണ്. ഇത് നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റണം. പ്ലേറ്റ് എടുക്കണം. നമുക്ക് അത് പൊത്തിയിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് എണ്ണ അത് പോയിട്ട് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിൽ നിന്ന് എണ്ണ അങ്ങ് പോകണം അല്ലേ? വരാലിൻ്റെ പൊക്കത്തോട്ട് ഇത് പൊത്താൻ പോവാം. ഇങ്ങനെ പൊത്തി ഇങ്ങനെ വയ്ക്കും. വരാൽ ഫ്രൈ ഇവിടെ നിന്ന് എണ്ണ ഒന്ന് തോരട്ടെ. അപ്പോൾ അല്ലേ, എണ്ണ തോർന്ന് കഴിയുമ്പോൾ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇങ്ങനെ ഒന്ന് ചരിച്ച് പാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതങ്ങ് എടുത്ത് മാറ്റിയിട്ട് അടുത്ത പരിപാടി നമ്മൾ എന്താണ്? അടുത്ത ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ കരിമീൻ വറുത്തെടുക്കണം. ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. കരിമീനും കൂടെ ഉണ്ട്, പൊളിച്ചില്ലേ? അപ്പോൾ ഞാൻ കരിമീൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. കരിമീനെ നേരത്തെ നമ്മൾ ഈ സെയിം മസാല തന്നെ ഇട്ട് അങ്ങ് പൊരിക്കാൻ വേണ്ടി ഹാഫ് ഫ്രൈ ചെയ്താണ്. ഇത് ഹാഫ് ഫ്രൈ ചെയ്താണ് മസാല അടിക്കുന്നത്. 2 ടൈപ്പിൽ അടിക്കാം. ഒന്ന് ബോയിൽ ചെയ്ത് അടിക്കാം, ഫ്രൈ ചെയ്ത്. അപ്പോൾ നമ്മുടെ കരിമീൻ ഇങ്ങനെ ഒരു ഹാഫ് ബോയിലായി വരുന്നുണ്ട്. നമ്മുടെ വരാൽ ഫ്രൈ ആയിട്ടുണ്ട്. എണ്ണ തോർന്നു. അതിപ്പോൾ നമ്മൾ ബീച്ചേട്ടൻ്റെ കരപരിധിയിൽപ്പെട്ട ഒരു സംഭവം കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ അങ്ങോട്ട് മാറ്റി വെച്ചേക്കും, വെക്കണം. അപ്പോൾ നമ്മുടെ കരിമീൻ ഫ്രൈ ആയി വരുന്നുണ്ട്. ഏകദേശം ആയിട്ടുണ്ട്. പാനിലേക്ക് എടുത്ത് മാറ്റാൻ പോവാണ്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. അടുത്ത ഈ എണ്ണ നമുക്ക് മാറ്റി വെച്ചിട്ട് മസാല ഉണ്ടാക്കാം. എണ്ണ മാറ്റി വെച്ചിട്ട് നമ്മൾ മസാല ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പം എണ്ണ ഒന്ന് മാറ്റിക്കണം. അപ്പോൾ നമ്മുടെ കരിമീൻ മസാല എന്നിട്ട് കരിമീൻ ഇങ്ങനെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മസാല അടിക്കാൻ പോവാണ്. കുറച്ച് ഓയിൽ, സ്വല്പം മതി. ഇച്ചിരി സവോളയും പച്ചവളം കൂടി ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം ഉപ്പ്. ഇത് മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ചെറുതിൻ്റെ സമയങ്ങളെ ഗ്രേവി ഉണ്ട്. ഇത് നേരത്തെ ഇതിനു വേണ്ടി അടിച്ചു വെച്ചാണ്. എന്തൊക്കെയാണത്? സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക്, ഗരം മസാല, ഉപ്പ് നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ടാവും. അതൊന്ന് ഈ നമ്മളിപ്പോൾ ചെയ്ത ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഫിഷിൻ്റെ ഗ്രേവി ഇത് വെറൈറ്റി ആണല്ലോ. ഇപ്പോൾ നല്ല കുടമ്പുളിയൊക്കെ ഇട്ട് വെച്ച ഫിഷിൻ്റെ ഗ്രേവി, മീൻ കറിയുടെ ഗ്രേവി ആഡ് ചെയ്തു. പൊടി അങ്ങ് ഇടണം. പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെ നമ്മൾ ഇതിനകത്ത് നിന്ന് ഇത്തിരി പൊടി നേരത്തെ വെച്ച വരാലിൻ്റെ പൊടി എടുത്ത് ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എന്താ പറയുക, ആ ഒരു മീൻകറിയുടെ മണം. നമ്മളിപ്പോൾ ഇത്തിരി മീൻകറി വെച്ചില്ല, ആ മീൻകറി ഒന്നും കൂടി ചൂടാവുക കിടന്നു. ആ ഒരു നേരത്തെ നമ്മൾ അടിച്ച മസാലയും കൂടി ഡിഫറെൻ്റ് ഒരു ഫ്ലേവറാണ്. ഞാനത് ആസ്വദിച്ച് പോയി. കരിമീൻ ഇടുന്നുണ്ട്. ഇപ്പോൾ കരിമീൻ ഇട്ടിട്ടുണ്ട്, ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റാൻ തേവര. അടുത്ത കരവരുത്
തന്നിട്ടുണ്ട്. ഇപ്പം അതിനകത്തോട്ട് എടുത്ത് മാറ്റാൻ പോവാണ്. കരിമീൻ ഏകദേശമായുള്ളൂ. അപ്പം ആയിട്ടുണ്ട്. ഇതേ ഇപ്പം മാറ്റി നമ്മൾ ഫുള്ള് മസാല ഇട്ടാൽ ഫുള്ളാകും ആവും. ഇതും ആയി. അപ്പം ഈ കരിമീൻ മസാല ഇച്ചിരി ചോറും കൂടി കിട്ടിയ ബേഷായി. അപ്പൊ ചോറും കൂടി എനിക്ക് അങ്ങോട്ട് തന്ന വളരെ ഉപകാരം ഉണ്ടായിരുന്നു. അപ്പൊ താങ്ക് യു ചേട്ടാ. വിചേട്ടാ എവിടെ? താങ്ക് യു. അപ്പൊ എന്താ അവിടെ പോയി കഴിക്കാൻ പോകണം. പായസം കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ കുടിച്ചോണ്ട് പോകും. താങ്ക് യു. അങ്ങോട്ട് പോകണം. മോനേട്ടാ അവിടെ എന്താണ് ശരിക്കും ചോല തന്നെയാണ്. കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൂട്ടിയിട്ടുണ്ട്. എന്താ നമ്മുടെ വരാല് ഫ്രൈ, കല്ലുമ്മക്കായ, ഇങ്ങനെ മീൻകറി, ശരിക്കും നിറച്ച് ഫിഷിന്റെ ഐറ്റംസ് കുറെ ഉണ്ട്. ഇനിയും കുറെ ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഉണ്ടല്ലേ? കുറെ 35 ഐറ്റം ഉണ്ട്. ഉണ്ടല്ലേ? മൊത്തം ഫിഷ് വെറൈറ്റീസ് തന്നെയാണ്. എന്തായാലും അവിടെ നിന്ന് എനിക്ക് ആ ഒരു പൊടിയുടെ ഒക്കെ പല ഇതുണ്ട്. വരാലിൽ പൊത്തിയതും പിന്നെ കല്ലുമ്മക്കായുടെ നേരത്തെ തന്നെ എന്തൊക്കെയോ ആ ഒരു സ്പെഷ്യാലിറ്റി മസാലയിൽ കാണാനുണ്ട്. കളർ വൈസ് ആണെങ്കിലും ഫ്ലേവർ വൈസ് ആണെങ്കിലും. എന്തായാലും അതും കൂടി വരട്ടെ, നമുക്ക് ചോറിൻ്റെ ഒപ്പം കൂടി കഴിക്കാം. നമ്മുടെ ഇത് കറക്റ്റ് സ്ഥലം ഒന്ന് പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? കറക്റ്റ് നമ്മൾ MC റോഡിൽ നിന്ന് വരാണ്. സൗത്ത് പാലം കയറി ഇറങ്ങി ഒരു 1/2 കിലോമീറ്റർ ഇല്ല, അതിന് മുമ്പ് ലെഫ്റ്റ് സൈഡിൽ GCDക്ക് മുന്നേ, ബിൽഡിങ്ങിന് തൊട്ട് മുന്നേ പാലം കയറുന്നതിന് മുന്നേ. പിന്നെ വൈറ്റ് ലൈൻ വരികയാണെങ്കിൽ കടന്തറ സിഗ്നൽ കഴിഞ്ഞ് ഫസ്റ്റ് ലെഫ്റ്റിലാണ് ഹോട്ടലുള്ളത്. ഫസ്റ്റ് ലെഫ്റ്റ് അകത്തേക്ക് പോകണ്ട, മെയിൻ റോഡിൽ തന്നെ. ആ പാലം കയറി ഇറങ്ങുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡ്. അപ്പോൾ എന്തായാലും ഇതാണ് കറക്റ്റ് സ്ഥലം, മീൻചോല. അപ്പോൾ നമ്മുടെ അവിടെ ബീച്ചാടെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഊണുണ്ടല്ലോ. അപ്പം നമ്മുടെ മസാല, കരിമീൻ മസാല, നമ്മുടെ താലി, നമ്മുടെ മീൻകറി അവിടെ ഇതിനകത്തുണ്ടല്ലേ? നമ്മളുണ്ടാക്കിയ ഫിഷ് കറി ഇവിടെ ഉണ്ട്. ഇപ്പം എന്തായാലും നമുക്ക് ഊണായിട്ട് തന്നെ അങ്ങോട്ട് കഴിക്കാം. അപ്പോൾ നമുക്ക് ഊണായിട്ട് തന്നെ കഴിച്ചേക്കാം. ഇതെല്ലായിടത്തും ഇങ്ങനെ വെക്കാം. നിരയായി നമ്മുടെ മീൻകറി. നമ്മളെ പിക്ക് നാടൻ മീൻകറി, കുടംപുളി ഇട്ട് കഴിച്ച കുടംപുളിയും നമ്മുടെ തൈരും എല്ലാം കൂടിയിട്ട് വെച്ചതാണ്. ഇതിനകത്ത് പറയണ്ടല്ലോ, നാടൻ കുഞ്ഞും പുഴഞ്ഞുണ്ടും വരാലും ആറ്റുവാളിയും. ആഹാ, ഇത് എരിവില്ലാന്ന് പറഞ്ഞാലും എരിവുണ്ട്. ആ ഒരു തൈരിട്ട എന്താ പറയുക, സ്പൈസി. ഞാൻ അത്രയും എരിവിട്ടതിൻ്റെ കുറവ് ആ തൈരിട്ടാന്ന് തോന്നുന്നു. ആ തൈരിട്ടപ്പോൾ ആ ഒരു എരിവ് ശരിക്കും ഇച്ചിരി അങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ട്. വരാല് ഫ്രൈ കഴിക്കാം. വരാല് ഫ്രൈ ആ പൊടി ഉൾപ്പെടെ അല്ലേ? പൊടിയാണ് എൻ്റെ ഫേവറേറ്റ് ശരിക്കും. ആ ക്രിപ്സി പൊടിയും വരാൽ. അപ്പോൾ ശരിക്കും ആ ഒരു പൊടിയും മീനും കൂടി ഇങ്ങനെ കൊണ്ട് ചേരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വന്നത് വരാലിൻ്റെ. എന്തായാലും വന്ന് ട്രൈ ചെയ്യേണ്ട സാധനമാണ്. തീർച്ചയായിട്ടും വന്ന് ട്രൈ ചെയ്യേണ്ട സാധനമാണ്. ആ പൊടിയും അത് കരിമീൻ കൂടാണ്. കരിമീൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ കാര്യം ഇതിനകത്ത് നമ്മൾ മീൻകറി ഒഴിച്ചു, പിന്നെ മീനിൻ്റെ ഗ്രേവി ഉണ്ട്, പിന്നെ അത് കൂടാണ്ട് അടിച്ച മസാല. ഇതിൻ്റെ ടേസ്റ്റ് മീൻ ബോയിൽ ചെയ്യുന്ന പുളി ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇച്ചിരി ബോയിൽ ചെയ്ത വെള്ളം ചേർക്കും. ബോയിൽ ചെയ്ത് നമ്മൾ മറ്റേ ഇതിനകത്ത് സവോളയിൽ പുളിയുണ്ട്, അത് കൂടാണ്ട് നമ്മുടെ മീൻകറിയിൽ പുളിയുണ്ട്. ഡിഫറെൻറ്റ് ടേസ്റ്റ്. നമ്മൾ അല്ലാണ്ട് ഇങ്ങനത്തെ ഗ്രേവി വയ്ക്കുമ്പോൾ ഒരു സ്വീറ്റ് ടേസ്റ്റ് ആണ് സാധാരണ വരുന്നത്. പക്ഷെ ഇത് നേരെ ഓപ്പോസിറ്റ് സോറാണ്. സോറും ആ ഒരു ചെറിയ എന്താ പറയുക, ഒരു വേറൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ശരിക്കും. കല്ലുമ്മക്കായ ഇവിടുത്തെ ഐറ്റം അല്ല കേട്ടോ, തലശ്ശേരി വരുന്നതാണ് കേട്ടോ. കല്ലുമ്മക്കായ അല്ലേ? ഇവിടെ എല്ലാ ദിവസവും കിട്ടത്തില്ല. ഇത്തിരി സ്പൈസിയാണ്. കല്ലുമ്മക്കായ അറിയാലോ അല്ലേ, ടേസ്റ്റ് ആണ്. കണ്ടല്ല ഞാൻ കഴിക്കണത്. ഇവിടെയൊക്കെ വന്നാൽ ഇങ്ങനെ വിശദമായിട്ട് നല്ല രീതിയിൽ ഇന്ന് ആസ്വദിച്ച് കഴിക്കാം. മീനിന് നല്ല വിഭവങ്ങളുണ്ട്. മീൻചോല കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൗത്ത് പാലത്തിൽ നിന്ന് GCD പോണ വഴിക്ക് GCD എത്രയാണുള്ള പാലത്തിന് തൊട്ട് മുമ്പ് ലെഫ്റ്റ് സൈഡിൽ മീൻചോല താഴത്തായിട്ട് നമുക്ക് കാണാം. വരൂ, ഫാമിലി ആയിട്ടും വരാം, ഫ്രണ്ട്സായിട്ടും വരാം, ഒറ്റയ്ക്ക് എന്നെ പോലെ വന്നിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അവനായിട്ട് വളരെ നന്ദിയുണ്ട്. ഇനി നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡ് കാണാം. കുറേ ജോലിയുണ്ട്.